എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത് ന്യൂ ഷേപ്പിൽ വരുന്ന ഫോർച്യൂണറാണ്. അതും 2019 മോഡൽ. അത് ലേറ്റസ്റ്റ് എഡിഷന് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വാഹനം. ഡയറക്റ്റ് കസ്റ്റമർ കാർ, അതായത് പാർട്ടി കാർ. അതിൻ്റെ ഇടയ്ക്ക് ഇടനിലക്കാരോ ഡീലർമാരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് വാഹനം കിട്ടിയേക്കുന്നത് കസ്റ്റമറുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ വണ്ടി നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ ചെയ്യുവാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം, അതും ലോ കിലോമീറ്റർ, വെറും 25,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. മൊത്തം സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, അതായത് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അത്രയും ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഇനി ഇവിടെ ഡൽഹിയിൽ നിങ്ങൾക്ക് തപ്പിയ പോലും ഇങ്ങനെ ഒരു വണ്ടി കിട്ടില്ല. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഈ വാഹനം ബുക്ക് ചെയ്തോ. അത്രയും ക്വാളിറ്റിയുള്ള വാഹനമാണ്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ വരാം. ആ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഒറിജിനൽ, അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ബമ്പറോ കാര്യങ്ങളോ ഒരു ചേഞ്ചസും ഇല്ല, ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഈ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെൻഡർ കാണാൻ പറ്റും. നല്ല ക്വാളിറ്റിയിൽ, അതായത് ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നുമില്ല. അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ ഒറിജിനൽ പെയിൻ്റാണ്. ഒരു സൈഡിൽ പോലും ഒരു പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ്. ഒരു ക്രാക്കോ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ ബോഡി ലൈൻസും അതേപോലെ തന്നെ എല്ലാ ഡോറിൻ്റെ ഗ്ലാസും, അതായത് ഗ്ലാസ് അതേപോലെ ഡോറ് എല്ലാം ഒറിജിനലാണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി നമുക്ക് ടയർ ഭാഗത്തേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അപ്പം സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന 2019, അതായത് 19 മെൻഷൻ ചെയ്തേക്കുന്ന ടയേഴ്സാണ്. ഇതുവരെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് 25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 70% ടയേഴ്സ് അവൈലബിൾ ആണ്. ഇന്ന് കുറച്ച് മഴയ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതായത് വാഷ് ചെയ്തില്ല. ടയർ ഭാഗത്തേക്ക് വരുമ്പം, അതായത് നമ്മൾ ഡീലർമാരുടെ അടുത്താണെങ്കിൽ ഒന്ന് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും ചെയ്തില്ല. അതായത് അതേപോലെ തന്നെ, അതായത് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കുന്നു ആ കണ്ടീഷനുള്ള വണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് അലോയ് വീൽസ് കാര്യങ്ങൾ, അതായത് 2019 ചെറിയൊരു വേരിയേഷൻ കാര്യങ്ങളൊക്കെ അലോയ് വീൽസിലുണ്ട്. ഇനി നമുക്ക് ഡോർ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യാം. ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പേസിങ് പഞ്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഓരോ റബ്ബേഴ്സും അഴിച്ച് കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അത്ര നീറ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. അതായത് ലോ കിലോമീറ്റർ 25,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വിത്ത് സർവീസ് റെക്കോർഡ് മൊത്തം ഉണ്ട് വണ്ടിക്ക്. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതുകൊണ്ടോ റബ്ബറൊക്കെ നല്ല ടൈറ്റിൽ തന്നെയാണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ പഞ്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം, അതായത് ഷോറൂം കണ്ടീഷൻ. നിങ്ങൾ എങ്ങനെയാണ് ഒരു ഷോറൂമിൽ പോയി വണ്ടി എടുക്കാൻ തീരുമാനിക്കുന്നത് അതേപോലത്തെ ക്വാളിറ്റിയുള്ള വാഹനമാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ കീ തന്നെയാണ് ഓപ്പണിങ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പണും ക്ലോസും ആകും. പിന്നെ ഇവിടെ ഒന്നും ഒരു ഡാമേജസോ ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പഞ്ചിങ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു ഡെൻറ്റോ ഒരു വർക്കോ ചെറുതായിട്ട് മൈന്യൂട്ട് പോലും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്ര നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈറ്റിൻ്റെയോ ഇത് അഴിച്ചതിൻ്റെ സ്ക്രൂ അഴിച്ചതിൻ്റെ യാതൊരു തരത്തിലുള്ള അപാകതകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ, അതായത് ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ടൊയോട്ടയുടെ എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളും അതേപോലെ തന്നെയുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് നോക്കാൻ പറ്റും അതേ ക്വാളിറ്റി തന്നെ. പിന്നെ ജാക്കി കാര്യങ്ങളൊന്നും അഴിച്ചിട്ട് പോലുമില്ല. ജാക്കി കാര്യങ്ങളൊന്നും ഇതുവരെ വണ്ടിയിൽ നിന്ന് അഴിച്ചിട്ട് പോലുമില്ല. എന്ന് വെച്ചാൽ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവർക്ക് വന്നിട്ടില്ല. ഇനി നമുക്ക് സ്റ്റെപ്പിന് ഭാഗത്ത് അടിയിലേക്ക് നോക്കുന്ന സ്റ്റെപ്പിന് ബ്രാൻഡ് ന്യൂ, അതേപോലെ തന്നെ അൺയൂസ്ഡ് ആണ്. അതായത് ഇതുവരെ വണ്ടിയിൽ നിന്ന് ഇത് പൊട്ടിച്ച് യൂസ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതേപോലെയാണ്. പിന്നെ എല്ലാം വർക്കിംഗ് ആണ്. അതേപോലെ എല്ലാ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് പിന്നെ എടുത്തു പറയാൻ ഡിക്കി ഗ്ലാസ് ഒറിജിനലാണ്. അതേപോലെ തന്നെ ഇനി ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് യാതൊരു അപകടങ്ങളോ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ തന്നെയാണ്. ഡോറിനൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഷൈനിങ്, അതായത് ഷോറൂമിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന അതേ ഷൈനിങ് തന്നെ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ വണ്ടിക്ക് അധികം ഓട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്
വീട്ടിൽ തന്നെ, അതായത് അവരുടെ കാർപോച്ചിലെ ആവശ്യങ്ങൾക്ക് മാത്രം, അതെന്ന് വെച്ചാൽ 2-3 വണ്ടികൾ ഉള്ള വീടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്ത വണ്ടിയാണ്. അത്രയും ക്വാളിറ്റി ഉള്ള, അതായത് അത്രയും നീറ്റായിട്ട് കീപ്പ് ചെയ്ത വണ്ടി. പിന്നെ 2019 വണ്ടി ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് അധികം വരുന്നുണ്ട്. അതായത് 2019-ലാണ് 2 സൈഡിൽ സ്വിച്ചബിൾ ആയിട്ടുള്ള, അതായത് ഇലക്ട്രിക് സീറ്റ് വരുന്നത്. ഇലക്ട്രിക്കിന് നിങ്ങൾക്ക് 2 സൈഡും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്, നമ്മളെല്ലാം ചെക്ക് ചെയ്താണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓരോ റബ്ബർ കാര്യങ്ങൾ, അതായത് പഞ്ചിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. എല്ലാം അതായത് നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് മൊത്തം അഴിച്ച് വേണമെങ്കിലും കാണിച്ചു തരാൻ പറ്റും. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാ ഡോറും അതേപോലെ നമുക്ക് റബ്ബർ അഴിച്ച് കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൽഹി തപ്പിയാൽ പോലും ഇങ്ങനത്തെ ഒരു വാഹനം കിട്ടില്ല. എന്ന് വെച്ചാൽ അത്ര, എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ലോ കിലോമീറ്റർ വണ്ടികൾ ശ്രദ്ധിച്ചു, നല്ല ക്വാളിറ്റിയിൽ കീപ്പ് ചെയ്തേക്കുന്ന ലോ കിലോമീറ്റർ. അതായത് ഇവർ കറക്റ്റ് ബിസിനസ്സുകാരായതുകൊണ്ട് നമുക്ക് ഇത്രയും കൊല്ലം കഴിയുമ്പോൾ ഇവർ വണ്ടി വിൽക്കുന്നതാണ്, എന്നിട്ട് പുതിയ വണ്ടികൾ എടുക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് എടുക്കുന്നവർക്ക് ഏറ്റവും പ്രോഫിറ്റാണ്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ട് പോരില്ല, അതായത് ആ പ്ലാസ്റ്റിക് കവർ അത്രേ തന്നെയുണ്ട്. ഇനി നമ്മളെ ഇതിൻ്റെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പം ഇതിൻ്റെ മുകളിലേക്കൊക്കെ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആ കവറ് പോലും പൊട്ടിച്ചില്ല. എന്ന് വെച്ചാൽ ഓരോന്നും അത്ര നീറ്റ് ആൻഡ് കീപ്പായിട്ടാണ് വെച്ചേക്കുന്നത്, നല്ല ക്വാളിറ്റിയിൽ. പിന്നെ ഒരു സൈഡിൽ പോലും ഡാമേജസോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സീറ്റിന് ഒരു തരത്തിലുള്ള ചെറിയ കീറലോ അല്ലെങ്കിൽ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. ഇനി മാറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടൊയോട്ടയുടെ മാറ്റ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ടൊയോട്ടയുടെ മാറ്റാണ്, അതായത് കമ്പനി സ്റ്റോക്കിൽ ഏതാണ് മാറ്റ് വന്നത് അത് തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ്, യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുമ്പം എല്ലാം ഒരേ വർഷത്തെ 2019 ടയേഴ്സാണ് വരുന്നത്. വിത്ത് കോഡ് കാര്യങ്ങളോ അത്ര തന്നെ ഉണ്ട്. പിന്നെ വണ്ടിക്ക് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്, അതായത് സ്റ്റെപ്പിന് ഇതുവരെ യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളൊന്നും സൈഡ് മിററിൽ പോലും ഇല്ല. എന്ന് വെച്ചാൽ അത്ര സുരക്ഷിതമായിട്ടാണ് അവർ വണ്ടി കീപ്പ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഭാഗം എന്ന് വെച്ചാൽ എഞ്ചിൻ റൂമാണ്. എഞ്ചിൻ റൂമും അതേപോലെ തന്നെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെന്ന് വെച്ചാൽ വണ്ടി 25,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വിത്ത് സർവീസ് റെക്കോർഡ് ഉണ്ട്. യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ഇന്ന സമയത്ത് നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബോണറ്റിൽ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചെറിയൊരു വരവ് ഒരു അത്തയില്ല. എന്ന് വെച്ചാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര നല്ല ക്വാളിറ്റിയാണ്. പിന്നെ പഞ്ചിങ് നിങ്ങൾക്ക് അതേപോലെ കാണാൻ പറ്റും എല്ലാ സൈഡും. അതായത് നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇതേപോലത്തെ ഹോളുകൾ കാണാൻ പറ്റും. അതിൻ്റെ അകത്തൊന്നും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്ത് ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ ഇവർക്ക് വണ്ടി കിട്ടിയത് അതേപോലെ തന്നെ കീപ്പ് ചെയ്തേക്കുന്നതാണ്, നല്ല ക്വാളിറ്റി തന്നെ. പിന്നെ ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ പക്ക ജെന്യുവനായിട്ട് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഷോറൂമിൽ നിന്ന് വണ്ടി മേടിക്കുന്നവർ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് വണ്ടി മേടിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം, ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ വാഹനം. ഇതിൻ്റെ ഇടയ്ക്ക് ഡീലർമാരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് കസ്റ്റമറാണ് നമുക്ക് മീറ്റപ്പ് കിട്ടിയേക്കുന്നത്. അപ്പം ഡയറക്റ്റ് കസ്റ്റമറിൽ നിന്നാണ് ഈ വണ്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ ലോ കിലോമീറ്റർ 25,000 കിലോമീറ്റർ, അതും 2019 വരുന്ന ലേറ്റസ്റ്റ് എഡിഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. അപ്പം മേടിക്കേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ്. ഇതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. അതേപോലെ തന്നെ ഇതിന് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാർക്കറ്റ് പ്ലേസ് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് എന്തൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്തോ ഇത്ര ന്യായമായിട്ടുള്ള പ്രൈസിൽ ഈ ക്വാളിറ്റിയിൽ ലോ കിലോമീറ്ററിൽ വേറെ ഒരാൾക്കും വണ്ടി തരാൻ പറ്റില്ല. അത്ര ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റുന്ന വണ്ടിയാണ് ഇത്. ഡയറക്റ്റ് കസ്റ്റമർ കാറാണ്. ഇപ്പം കിലോമീറ്റർ ഓടിയേക്കുന്ന 25,000 കിലോമീറ്റർ. ഇത് ഫാദർ ടു സണ്ണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഹോം ട്രാൻസ്ഫർ തന്നെ 2 RC നമ്മൾ കൈവശമുണ്ട്. പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 25,70,000 രൂപ മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തരാൻ പറ്റും. പിന്നെ പോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി നിന്നുണ്ട്. യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റെപ്പിന് പോലും അൺയൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, ബുക്ക് ചെയ്യാനല്ല മേടിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. നല്ല വാഹനം സ്വന്തമാക്കുക. അതായത് ഷോറൂം വാഹനമാണ്, നിങ്ങൾ ബ്രാൻഡ് ന്യൂ വാഹനമാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റാത്ത നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. അപ്പോൾ ഇതുവരെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെയുള്ള ലോ കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതേപോലെയുള്ള നല്ല ഹൈ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങൾ ഞങ്ങൾ എടുത്തു തരുന്നതാണ്. നിങ്ങൾക്ക് പ്രൈസ് അടക്കം കമ്പയർ ചെയ്യാം. ഈ പ്രൈസിന് നിങ്ങൾക്ക് വേറൊരു വണ്ടി എവിടെയും കിട്ടില്ല. അതായത് 25,000 കിലോമീറ്റർ ചാലഞ്ചിങ് പ്രൈസും കൂടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ച് ഈ വാഹനം കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.